യേശുവിൻ്റെ കൽപ്പന. ദൈവകൽപ്പനകളിൽ ഒന്ന്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇന്ന് കാര്യസാധ്യതകൾക്കായി ആളുകൾ ഓടി നടക്കുകയാണ്. അന്യദേവന്മാരെ അടുത്തേക്ക് പോകാൻ ഇന്ന് ഒരു മടിയുമില്ല മക്കൾക്ക്. നമ്മുടെ യേശുവിൻ്റെ ശക്തി അറിഞ്ഞിരുന്നെങ്കിൽ ഈ തെറ്റ് മനുഷ്യർ ചെയ്യുമായിരുന്നില്ല. കുരിശിൽ കിടന്ന് പിടഞ്ഞ് ചങ്കിലെ ചോര നൽകി രക്ഷിച്ച മക്കൾ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. യേശുവിൻ്റെ ശക്തി അറിയാത്തതല്ല ഇവർക്ക് തെറ്റുപറ്റുന്നത്. വിഗ്രഹാരാധന മൂലം തലമുറ നശിക്കും. നിയമാവർത്തനം 5:8-9 വാക്യങ്ങളിൽ നിങ്ങൾ ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ആകാശത്തിലെയോ ഭൂമിയിലെയോ ജലത്തിൻ്റെയോ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്. അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഞാൻ എന്നെ വെറുക്കുന്നവരുടെ 3-4 തലമുറയെ നശിപ്പിക്കുമെന്ന് പറയുന്നു. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ കാരുണ്യം കാണിക്കുമെന്നും കർത്താവ് പറയുന്നു. മക്കളെ, നമ്മുടെ ദൈവത്തെ ധിക്കരിച്ച് മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ നിങ്ങളും നിങ്ങളുടെ മക്കളും പോകരുത്. ഒന്നാം സ്ഥാനം നമ്മുടെ യേശുവിന്. അതോടൊപ്പം ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമ്മൾ ചിലർ മക്കൾക്കും ഭർത്താവിനും കൊടുക്കാറുണ്ട്. അതും പാടില്ലാത്തതാണ്. അറിവില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കുമാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത്. ദൈവത്തിന് സ്ഥാനം രണ്ടാമതാണ്. പോട്ടയിൽ ധ്യാനത്തിന് പോകുമ്പോഴാണ് ഈ തിരിച്ചറിവ് എനിക്ക് കിട്ടിയത്. നായ്ക്കലാംപറമ്പിൽ അച്ഛൻ്റെ ക്ലാസ്സുകളിൽ കേട്ട് തെറ്റു മനസ്സിലാക്കി പശ്ചാത്താപിച്ച് കരഞ്ഞ് കുമ്പസാരിച്ചു, തെറ്റ് ഏറ്റുപറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ശാന്തിയും സമാധാനവും കൈവന്നത്. നാം അറിവില്ലാത്ത കാലത്ത് തെറ്റ് ചെയ്താലും മക്കളെ, ദൈവം അത് തെറ്റ് മനസ്സിലായി കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവം പൊറുക്കുന്ന, ക്ഷമിക്കുന്ന ദൈവമാണ്. പിന്നെ നമുക്ക് വേറെ തെറ്റ്, കർത്താവ് പറഞ്ഞ പോലെ തലമുറ നശിപ്പിക്കുക ഒന്നുമില്ല. നമ്മുടെ തെറ്റ് ഏറ്റു പറയുക, കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുക. അറിയാതെ തെറ്റ് പറ്റിയതാണ്. നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാണ്, കാരുണ്യവനാണ്. അതുകൊണ്ട് നമ്മുടെ സത്യദൈവത്തെ മാത്രം ആരാധിക്കുക. കുറച്ച് സഹനങ്ങളുണ്ടായാലും പിന്നീട് നമുക്ക് അവിടുന്ന് തരുന്ന സമൃദ്ധിയിൽ നമ്മുടെ യേശുവിനോടൊപ്പം നമുക്ക് ജീവിക്കാം. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ ദൈവം എന്ന ആ മനസ്സിൽ ആ ഉറപ്പോടുകൂടി മുന്നോട്ട് നീങ്ങാം. ആമേൻ.